ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കൂലേ? എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഇപ്പയും ഉമ്മയും ചെറിയ 3 അനിയന്മാരുണ്ട്. എൻ്റെ അപ്പ പ്രവാസിയായിരുന്നു. എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ അപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത്. പാവൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ചു കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിക്കും. അങ്ങനെ എൻ്റെ പാടെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങളൊരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നുപോയും ഇരുന്നെങ്കിലും എൻ്റെ അപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. ഓർക്കെന്നെയും എനിക്ക് ഓരെയും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മക്കൾക്കൊരു കുറവും എൻ്റെ അപ്പയമ്മയും വരുത്തിയിട്ടില്ല. എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരും നല്ല സപ്പോർട്ടായിരുന്നു. സത്യം പറയാലോ, എൻ്റെ പാവപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനിപ്പാനെയും അനിയന്മാരെയാണ്. ഓരാണ് എൻ്റെ എല്ലാം. ഓർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കണം, ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലുമാവണം. അത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലോണം പരിശ്രമിച്ചു. അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി. പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരെന്നോട് ഓനെ ചങ്ങായിമാരെ തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? അതേ ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കുകയാണെന്ന്. ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓരെന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാ ഉള്ളത്? ഞാൻ ചെന്നപ്പോൾ ഓരെന്നെ തല്ലി. എന്തുകൊണ്ടാണ് തലിച്ചതെന്നറിയോ? നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ, അതുകൊണ്ട്. സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ. കരുതുന്ന പോലെ ഒന്നുമല്ലട്ടോ, നല്ല വേദനയാ അതിന്. അതും ഓരെൻ്റെ തലക്കാണ് തല്ലിയത്. എൻ്റെ ജീവൻ അങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നീച്ച പറയെന്നൊക്കെ, അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ വേദനയോടെ പുളയുന്നത് കണ്ട് ഒരാനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ച് അങ്ങനെ ഇരിക്കുമെന്ന മട്ടായിരുന്നു ഓർക്ക്. സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി. ആരുടെയും കണ്ണിൽ ദയയുടെ ഒരു അംശം പോലും ഇല്ല. ഓർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? അല്ലേ, ഞാൻ മാറിപ്പോയേനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പ് കട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഓരിൻ്റെ സഹപാഠികളല്ലേ, ഓൽക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കുണ്ടെന്ന് ഓൽക്കറിയില്ലേ? എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശയം ഞാനാണെന്നും ഓൽക്കറിയാം. എന്നിട്ടും ഓലിനോട് അങ്ങനെയൊക്കെ ചെയ്തു. സഹിക്കുന്നില്ല ട്ടാ. അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പാവൻ്റെ ഉമ്മാക്കുപ്പാക്കും കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രക്ക് ഇഷ്ടമാണേ ഓൽക്കിന്നെ. എനിക്കെപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാനും മാനെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓർക്കോരോ മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു. തല വലുതാവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പാവൻ്റെ അമ്മ കുറേ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുത് എന്ന് നെഞ്ചത്തടിച്ച് പടച്ചോനോട് കേണപേക്ഷിക്കുന്നുണ്ട്. ഓളുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാവൂലേ?
എൻ്റെ അമ്മയുടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോൻക്കും പൂതി ഉണ്ടായിട്ടുണ്ടാകും ഓർക്കെന്നെ തിരിച്ചു കൊടുക്കാൻ. പക്ഷേ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിക്കണത്. തലയോട്ടിയിലൊക്കെ പൊട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെ അപ്പാക്ക് എന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്ന പണം? പാവം എൻ്റെ അപ്പ അതും എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കും. എൻ്റെ അപ്പാനെയും മാനെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചോ എൻ്റെ അപ്പാടെ അമ്മാടെയും ദുആക്ക് മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റും ഇരുന്ന് കരയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ്. എൻ്റെ അമ്മാനോടും ഉപ്പാനോടും കരയേണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഓരെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നില്ലേ? നോക്കി നോക്ക്, ഓലൊക്കെ എന്തൊരു കരച്ചിലാണ്. ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്ര അധികം ആൾക്കാരാ എൻ്റെ വീട്ടിൽ. ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ്. റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെ കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഓരൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ? കാരണം ഞാൻ അത്രയ്ക്ക് നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. എൻ്റെ അപ്പയമ്മ എന്നെ എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ ഞാൻ അതല്ലേ ശീലിച്ചത്. ഞാൻ ആരെയും ഇന്ന് വരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രം ചെയ്തിട്ടുള്ളൂ. എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പാവം പിടിച്ച എൻ്റെ അപ്പ ഓരോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ അപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ. എന്താപ്പം എൻ്റെ ചങ്ങായി പറയണത്? എവിടെ പോകുമ്പോഴും ഓനെ വിളിക്കണതാ. അന്ന് മാത്രം വിളിച്ചില്ല. അന്ന് ഓനെ വിളിച്ചിട്ട് ഇപ്പോൾ എന്താല്ലേ? ഒരു പ്ലാൻ ഇട്ടത് ഇന്നെ കൊല്ലാനല്ലേ? ഇങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ്? ഷഹബാസിനെ കൊല്ലുന്ന് പറഞ്ഞ കൊന്നിരിക്കുന്നു. ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയണേ. ഓനൊറ്റ മൈൻഡാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഓൻ പറഞ്ഞതുപോലെ ചെയ്ത്. എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിറയെ തല്ലിയോരുടെ മെസ്സേജ്. മാപ്പാക്കണം, അറിയാതെ ചെയ്തതാണ്, ഇങ്ങനെ ആവും കരുതിയില്ല എന്നൊക്കെ. ഓനക്ക് മാപ്പ് കൊടുക്കാൻ ഞാനുണ്ടായിട്ട് വേണ്ട അല്ലേ? പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ല കേട്ടോ. എന്നെ തല്ലുന്നതിൻ്റെ തലേന്ന് ഓരെന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോൾ ആണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞത്. ഓര് പറഞ്ഞതൊക്കെ ശരിയാ. കൂട്ടത്തല്ലിനൊന്നും കേസ് അധിക കാലം നീണ്ടു നിൽക്കൂല എന്ന്. എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ. എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു, എനിക്ക് വേണ്ടി കരയുന്നു. ഞാൻ എന്നെ അറിയാത്തവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു. എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു, എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടണ്ട. ഇത് കേരളമാണ്. ഇവിടെ നിയമത്തിന് വില ഇല്ലാത്തതല്ല, പേടിക്കുന്ന നിയമമില്ലാത്തതാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക്. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു പോകും. എൻ്റെ അപ്പാക്ക് സ്വാധീനമൊന്നുമില്ലേ? കേസ് നടത്താനുള്ള പണവുമില്ല. SSLC പരീക്ഷൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇംഗ്ലീഷും കണക്കാണ് എൻ്റെ ഇഷ്ട വിഷയം. ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 80% മാർക്ക് വാങ്ങി. ഇത്തവണ ഫുൾ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു, ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും പോലും കരുതിയിട്ടില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. പരീക്ഷയ്ക്ക് നേരം വൈകി എത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണ്ണമായി യൂണിഫോമും ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവുമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന്
എനിക്കറിയില്ലായിരുന്നു. അതും ഒരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഞാനും കരുതിയില്ല. വല്ലാതെ വിഷമായിപ്പോയി. മരിച്ചത് നന്നായി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചുപോയി. എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായതറിയോ. എൻ്റെ അലമാരയിൽ എൻ്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ച് പൊട്ടി നിലവിളിക്കൊന്നുണ്ടാകില്ലേ. 3/3/2025 തിങ്കളാഴ്ച 628307 എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രമില്ല. എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ഓർക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പരീക്ഷാളിനും ജുവനൈൽ ഹോമിനും പുറത്തൊരു പറ്റം ആളുകൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, എൻ്റെ കൊലയാളികളെ പരീക്ഷ എഴുതിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി. പക്ഷേ അവരെയെല്ലാം യാതൊരു ദയവുമില്ലാതെ പോലീസ് വലിച്ചു കൊണ്ടുപോവുകയാണ്. എൻ്റെ പാടെ മടുത്ത് നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി അനിയന്മാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്ക് ഇറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൈയും കാലും എൻ്റെ മനസ്സിനോടൊപ്പം നിൽക്കുന്നില്ല. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഒരു നിമിഷത്തേക്ക് അതിയായ പരീക്ഷ എഴുതാനുള്ള മോഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി. എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണല്ലേ? ഞാൻ ഈ 6 അടി മണ്ണിൻ്റെ അടിയിലല്ലേ. എല്ലാവരും കൂടെ എന്നെ ഒറ്റക്കാക്കി. അവരെല്ലാവരും കൂടെ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ. വല്ലാതെ വിഷമമാവുന്നുണ്ട് എനിക്ക്. ഇനിയുള്ള പരീക്ഷയ്ക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ല കേട്ടോ. എൻ്റെ അമ്മാക്കുപ്പാക്കും മറ്റുള്ള മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നത് കാണുമ്പോൾ എന്തൊരിടങ്ങാറാണെന്ന് നോക്ക്. ഓർക്ക് അത് താങ്ങാനാവുന്നില്ല. എൻ്റെ അമ്മയുടെ കോലം ഒന്ന് നോക്ക്. എൻ്റെ കുട്ടികളെ പോലും എൻ്റെ അമ്മ നോക്കണില്ല. ആ അമ്മ ആരോടും മിണ്ടണില്ല. ഒരു വക കഴിക്കുകയും കുടിക്കുകയും ചെയ്യണില്ല. എൻ്റെ കുട്ടി എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പാവം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴാണ്. പാവം പിടിച്ചെണ്ടപ്പോയോ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടേയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുറേ വാദിക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാപ്പാ വെറുതെ നിങ്ങളിങ്ങനെ ഓരോട് പറയണത്? നിങ്ങൾ വെറുതെ കിടന്ന് തൊണ്ട പൊട്ടിക്കണ്ടപ്പാ. ഓരൊക്കെ നല്ല പണവും സ്വാധീനമുള്ളവരാ. ഓരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ഉമ്മാനെയും കുട്ടികളെ നന്നായി നോക്കണം. അവർക്കൊരു കുറവും വരുത്തരുത്. കേസും കൂട്ടവുമായി നടക്കാനും അവരുടെ പോലെ പിടിപാടും പണവും ഒന്നും നമുക്കില്ലപ്പാ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും, എഴുതിത്തള്ളും. കേരളത്തിൽ അങ്ങനെയല്ലേ? എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്കും വരാതെ ഇരിക്കാൻ നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിക്കണം, പറയണം. നിങ്ങൾ സമാധാനിക്കിപ്പാ. പടച്ചോണ്ടല്ലോ നമ്മുടെ കൂടെ. ഇതുവരേക്കും ഒരു കുറവും വരുത്താതെ നോക്കി എൻ്റെ ഉമ്മാക്കുപ്പാക്കും 1000 നന്ദി. പടച്ചോനെ, എൻ്റെ ഉമ്മാക്കുപ്പാക്കും ക്ഷമ കൊടുക്കണേ. ഇനി നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. അനുഭവം കൊണ്ട് പറയാണ്. ചതിയന്മാരുടെ ലോകമാണ്. സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യൻ്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരുവിധ കാരണവശാലും ആരുമായും അടി ഉണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകണ്ട. നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും. ലഹരിയുടെയും കള്ളിൻ്റെയും ബോധമില്ലായ്മയിൽ പലരും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ സഹപാഠികൾ എന്നെ അടിച്ചു കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ്. പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല സാധനങ്ങളുമായി പലരും വരും. രക്തത്തളിപ്പിൻ്റെ ചൂടിൽ നമുക്കെല്ലാത്തിനോടും അപ്പോൾ ഒരു ഹരമാണ്. തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ള് കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അവനവനു വേണ്ടി തന്നെ. നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി. ഉപദേശങ്ങളെ തള്ളവൈബിലേക്കും തന്തവൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരവരുടെ വാക്കുകളും ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണവർ. പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നതിന് നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്.
ആരുടെയെങ്കിലും കത്തിക്കിരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം. എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും 2 തവണ ചിന്തിക്കുക, അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബം. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ ഖബറിൽ നിന്നുള്ള ഒരു കത്ത് എന്ന പേരിൽ ഒരു കുറിപ്പ് കാണുകയുണ്ടായി. നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന ഒരു ഇമാജിനറി ലോകത്ത്, സാങ്കല്പിക ലോകത്ത് ഷഹബാസിൻ്റെ വേദനകളും സങ്കടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുറിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും. അത് വായിച്ചവർക്കും ഇനി അത് തീരെ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷഹബാസിന് വേണ്ടി, അവൻ്റെ ഓർമ്മകൾ ഇന്നും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.